ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു LDC മോഡൽ എക്സാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആര്? മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ച വ്യക്തി. ഓപ്ഷൻ സി, KP ശങ്കരമേനോൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സർദാർ KM പണിക്കർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളെയും വ്യക്തികളെയും തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, 1ഉം 3ഉം മാത്രം. മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവ. താഴെ പറയുന്നവയിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ സി, 1ഉം 2ഉം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഉത്തരം ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആർദ്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. ഓപ്ഷൻ ഡി, 6. താഴെ പറയുന്നവയിൽ ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി, കൃഷ്ണശ്രീ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അലഹബാദ് ഹാൽദിയ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഓപ്ഷൻ എ, ഫസൽ അലി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോബാറുകളല്ല, ഐസോടോപ്പുകളാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി മലബാർ കലാപം. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏത്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ട്രിഷിയം. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? ഓപ്ഷൻ എ 4. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂവിഭാഗം. ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം, ശ്വസന പ്രവർത്തനങ്ങളിലെ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ കോഴിക്കോട്. തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ നിന്ന് കായൽ ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ നിന്ന് കായൽ ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ടക്കായൽ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം. ഓപ്ഷൻ സി കരൾ. വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടാത്ത വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ 8. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. കേരള ലിങ്കൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. പഞ്ചായത്തി രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. പഞ്ചായത്തി രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട 2 വ്യക്തികളെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത.
താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് രൂപീകരിച്ച കമ്മീഷൻ? ചെറുകിട വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കായി രൂപീകരിക്കപ്പെട്ട കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ കാർവേ കമ്മിറ്റി. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം. ഉത്തരം ഓപ്ഷൻ എ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏത്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ. ഓപ്ഷൻ ബി ഷെൻഹുവ 15. 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യമേത്? 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം. ഓപ്ഷൻ എ ചൈന. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റേത്? ഓപ്ഷൻ ഡി തേജ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. ഇമെയിൽ സേവനം താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഇമെയിൽ സേവനം താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നിന്ന എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? നിന്ന എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ ബി സ്തുതി. ശരിയായ പദം ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി അനാച്ഛാദനം. സ്വാമികൾ എന്ന പദം ഏതു വിഭാഗത്തിൽപ്പെടുന്നു? സ്വാമികൾ എന്ന പദം താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി പൂജക ബഹുവചനം. അടുത്ത ചോദ്യം, റൗണ്ട് ദ ക്ലോക്ക് എന്നതിൻ്റെ ശരിയായ തർജ്ജമ ഏത്? റൗണ്ട് ദ ക്ലോക്കിൻ്റെ ശരിയായ തർജ്ജമ. ഓപ്ഷൻ ഡി വിശ്രമമില്ലാതെ. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ സി ആകപ്പാടെയുള്ള ഭംഗി. വിച്ച് ഈസ് ദ ആപ്റ്റ് സൈനോണിം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്? ഷീ ലുക്ക്ഡ് വെരി വീക്ക്. ഓപ്ഷൻ ബി ഫീബിൾ. ദി ഇഡിയം അണ്ടർ ദി വെതർ മീൻസ്? ഓപ്ഷൻ ബി ടു ഫീൽ സിക്ക്. I like dash light music, but I especially like dash song she is singing now. Option A no article D. If you want to attend the conference, you dash to bed early. Option D will have to. Choose the passive voice. They are digging up the road. Option A the road is being dug up by them. അടുത്ത ചോദ്യം,
അക്ഷരമാലാക്രമത്തിൽ 4ാമത് വരുന്ന വാക്ക് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൽ അക്ഷരമാലാക്രമത്തിൽ 4ാമത് വരുന്ന വാക്ക് ഏത്? ഓപ്ഷൻ എ ഫോർമൽ. ഒരു വരിയിൽ ബിയുടെ സ്ഥാനം മുകളിൽ നിന്നും താഴെ നിന്നും 25 ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? ഓപ്ഷൻ ബി 49. ഒരു സംഖ്യയുടെയും അതിനോടൊന്ന് കൂട്ടിയതിൻ്റെയും തുകയുടെ 2 മടങ്ങ് 18 ആണെങ്കിൽ സംഖ്യ. ഓപ്ഷൻ ബി 4. ശ്രേണി പൂർണ്ണമാക്കുക. FHJ KMO PRT ഡാഷ്. ഓപ്ഷൻ ഡി UWY. അവസാനത്തെ ചോദ്യം. 90 km/h വേഗത്തിൽ പോകുന്ന ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കുന്നതിന് 6 സെക്കൻഡ് എടുത്താൽ തീവണ്ടിയുടെ നീളം എത്ര മീറ്റർ? ഓപ്ഷൻ സി 150 മീറ്റർ. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.